ബച്ചൻ സാറോ? നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. പുതിയ വീട് നിർമ്മാണത്തിന് ആരംഭം കുറിച്ചതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ഒരു സുന്ദരവും ദൃഢവുമായ വീട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും ചെയ്യും. അതെ. പക്ഷേ വാട്ടർ പ്രൂഫിംഗിന്റെ കാര്യം വരുമ്പോൾ മിക്കവാറും ആളുകൾ ഷോർട്ട് കട്ട് അടിക്കും. ഇതിന് 3 കാരണമുണ്ട്. 1, ചിലർക്ക് വാട്ടർ പ്രൂഫിംഗ് എന്താണെന്ന് അറിയുകയില്ല, അതുകൊണ്ട് അശ്രദ്ധ സംഭവിക്കുന്നു. 2, ചിലർ മറ്റൊരാളെ വാട്ടർ പ്രൂഫിംഗിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അവർ വിചാരിക്കും വാട്ടർ പ്രൂഫിംഗ് ആയിക്കോളും. പിന്നെ മറ്റു ചിലർ ഇങ്ങനെ വിചാരിക്കും, വാട്ടർ പ്രൂഫിംഗിൽ എന്തിനാ കാശ് കളയുന്നത്, പൈസ ലാഭിക്കാലോ. പക്ഷേ സത്യം ഇതാണ്, വീട് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾ ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്തില്ലെങ്കിൽ വരും കാലത്ത് റിപ്പയറിംഗിന് നിങ്ങൾക്ക് 4 ഇരട്ടിയിലധികം ചെലവാക്കേണ്ടി വരും. 4 ഇരട്ടിയോ? ഇനി നോക്കാം ഡോക്ടർ ഫിക്സിറ്റിന്റെ ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് എങ്ങനെ ചെയ്യുമെന്ന്. എങ്ങനെയാ സാർ? ഹലോ ഹലോ. നമസ്കാരം പിള്ള സാറേ. നമസ്കാരം. സാറുമായി സംസാരിച്ചല്ലോ അല്ലേ? പക്ഷേ നിങ്ങളാരാ? അല്ല, ഇപ്പൊ താങ്കൾ ബച്ചൻ സാറുമായി സംസാരിച്ചില്ലേ? ആക്ച്വലി അദ്ദേഹമാണ് എന്നെ അയച്ചത്, താങ്കൾക്ക് ടോട്ടൽ വാട്ടർ പ്രൂഫിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ. അതെയോ? വരൂ. ഓക്കെ, പറഞ്ഞാട്ടെ. അപ്പൊ നോക്കൂ സാർ, ചോർച്ച 5 സ്ഥലത്തൂടെ ഉണ്ടാവുന്നു. 1 അടിത്തറ, 2 മേൽക്കൂര, ബാത്റൂം, ടാങ്ക്, വീടിന്റെ പുറം ചുവരുകൾ. വരൂ പിള്ള സാറേ, അടിത്തറയിൽ നിന്നും തുടങ്ങാം. പിള്ള സാറേ, തറയുടെ ഉള്ളിലുണ്ടാവുന്ന കാപ്പിലറീസിലൂടെ ഭൂമിയിലുള്ള വെള്ളം മുകളിലേക്ക് വരുന്നു. അത് വീടിന്റെ ചുവരുകളിൽ സീപ്പേജ് ആയി കാണുന്നു. ആണോ? അപ്പോ അടിത്തറയെ സംരക്ഷിക്കാനായി ഡബിൾ പ്രൊട്ടക്ഷൻ ഫോർമുല സ്വീകരിക്കൂ. ഡബിൾ പ്രൊട്ടക്ഷൻ? അതെ. അടിത്തറ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന സിമെന്റിൽ ഡോക്ടർ ഫിക്സിറ്റ് LW+ ചേർക്കൂ. ഒരു തവണ ഈ അടിത്തറ തയ്യാറായി കഴിഞ്ഞാൽ ഡോക്ടർ ഫിക്സിറ്റ് ബിറ്റുഫിക്സിന്റെ സുരക്ഷാ കവചം ഇടുക. വരൂ, താങ്കൾക്ക് മേൽക്കൂരയെ കുറിച്ച് പറഞ്ഞു തരാം. വരൂ. അപ്പോ മേൽക്കൂരയെ കുറിച്ച് അങ്ങ് എന്താ പറയാൻ പോണേ? പിള്ള സാറെ, താങ്കൾക്കറിയാമല്ലോ, മേൽക്കൂരയ്ക്ക് 2 ശത്രുക്കളുണ്ട്, സൂര്യന്റെ UV കിരണങ്ങളും മഴയും. UV കിരണങ്ങൾ കൊണ്ട് മേൽക്കൂരയിൽ ക്രാക്സ് ഉണ്ടാവുന്നു. പിന്നീട് ഈ ക്രാക്സിലൂടെ മഴവെള്ളം താങ്കളുടെ സീലിംഗിലൂടെ ഒഴുകി ലീക്കേജിന് കാരണമായി തീരുന്നു. ഓ അതെ. വരൂ, അപ്പൊ പിള്ള സാറെ, ഈ 2 കാരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മേൽക്കൂരയ്ക്ക് വേണം ഡബിൾ പ്രൊട്ടക്ഷൻ അല്ല, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ. തുടക്കത്തിൽ തന്നെ മേൽക്കൂരയുടെ സ്ലാബ് വാർക്കുമ്പോൾ സിമെന്റിൽ ചേർക്കൂ ഡോക്ടർ ഫിക്സിറ്റ് LW+. പിന്നീട് മേൽക്കൂരയുടെ സൈസിനനുസരിച്ച് അതിനുമേൽ സുരക്ഷാ കവചം ഇടുക. താങ്കളുടെ മേൽക്കൂര 1500 സ്ക്വയർ ഫീറ്റിലും കുറവാണെങ്കിൽ ആദ്യമേ സ്ലാബിന് മേൽ ഡോക്ടർ ഫിക്സിറ്റ് URP അടിക്കൂ. അതിനുശേഷം ബ്രിക് ബാറ്റ് കോബയോ സ്ക്രീഡോ ചെയ്ത ശേഷം ഡോക്ടർ ഫിക്സിറ്റ് ന്യൂ കോട്ട് ഈസി കൊണ്ട് കവർ ചെയ്യൂ. മേൽക്കൂര 1500 സ്ക്വയർ ഫീറ്റിലും കൂടുതലെങ്കിലോ? താങ്കളുടെ മേൽക്കൂര 1500-നും 2500-നും ഇടയിലാണെങ്കിൽ സ്ലാബിന്റെ മുകളിൽ അടിക്കൂ ഡോക്ടർ ഫിക്സിറ്റ് പിഡിഫിൻ 2K. അതിനുശേഷം ബ്രിക് ബാറ്റ് കോബയോ സ്ക്രീഡോ ചെയ്ത ശേഷം ഡോക്ടർ ഫിക്സിറ്റ് ന്യൂ കോട്ട് കൊണ്ട് കവർ ചെയ്യൂ. താങ്കളുടെ മേൽക്കൂര 2500 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ സ്ലാബിന്റെ മുകളിൽ അടിക്കൂ ഡോക്ടർ ഫിക്സിറ്റ് ഫാസ്റ്റ് ഫ്ലെക്സ്. അതിനുശേഷം ബ്രിക് ബാറ്റ് കോബയോ സ്ക്രീഡോ ചെയ്ത ശേഷം ഡോക്ടർ ഫിക്സിറ്റ് ന്യൂ കോട്ട് കൊണ്ട് കവർ ചെയ്യൂ. ഓർമ്മിക്കൂ, 3 തരത്തിലുള്ള മേൽക്കൂരയ്ക്കായി നമ്മുടെ അടുത്ത് 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോ വെള്ളത്തോടൊപ്പം പൈസയുടെ ലീക്കേജും ഇല്ലാതാവും. അടിപൊളി, താങ്കൾ മിടുക്കനാണല്ലോ. വരൂ, ഇനി നമുക്ക് താങ്കളുടെ ബാത്റൂമിനെ കുറിച്ച് സംസാരിക്കാം. വരൂ. പിള്ള സാറേ, ബാത്റൂമിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. ഫ്ലോറിലെയും ചുവരിലെയും ടൈൽസിന്റെ ഇടയിലുള്ള ക്രാക്സിലൂടെ വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നു. എന്നിട്ട് താഴെയുള്ള റൂമിന്റെ സീലിംഗിലും അടുത്തുള്ള റൂമിന്റെ ചുവരിലും സീപ്പേജായി പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഇവിടെയും നമുക്ക് വേണം ഡബിൾ പ്രൊട്ടക്ഷൻ. അപ്പൊ തുടക്കത്തിൽ തന്നെ ഡോക്ടർ ഫിക്സിറ്റ് LW+ സിമെന്റിൽ ചേർത്ത് ബാത്റൂമിന്റെ സ്ലാബും ചുവരുകളും നിർമ്മിക്കുക. പിന്നീട് ടൈൽസ് ഇടുന്നതിനു മുൻപ് ബാത്റൂമിന്റെ സ്ലാബിലും ചുവരിന്റെ കോണുകളിലും ഡോക്ടർ ഫിക്സിറ്റ് പിഡിഫിൻ 2K അടിക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈൽസ് ഇട്ടോളൂ. പിള്ള സാറേ, പറയൂ. എന്താ ചിന്തിക്കുന്നേ? അധികം ചിന്തിക്കേണ്ട, വാട്ടർ ടാങ്ക്സിലും ബാത്റൂമിന്റെ അതേ ഫോർമുല പ്രയോഗിച്ചാൽ മതി. പക്ഷെ ടാങ്കിലെ വെള്ളം കൊണ്ടല്ലേ കുളിക്കുന്നത്. ഈ പിഡിഫിൻ 2K സേഫ് അല്ലേ? സാർ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? വാട്ടർ ടാങ്കിൽ ഡോക്ടർ ഫിക്സിറ്റ് പിഡിഫിൻ 2K അടിച്ചാൽ വെള്ളം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും തികച്ചും സേഫാണ്. അപ്പൊ പിള്ള സാറേ, അവസാനത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം, വീടിന്റെ പുറം ചുവരുകളെ ഒരിക്കലും മറക്കരുത്. കാരണം മഴക്കാലത്ത് പുറത്തുള്ള വെള്ളം ഈ ചുവരുകളിലൂടെയാണ് അകത്തേക്ക് വരുന്നത്.
അതുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ പുറം ചുവരുകൾക്കും ഡബിൾ പ്രൊട്ടക്ഷൻ ഫോർമുല ഉപയോഗിക്കൂ. കൊള്ളാലോ പിള്ള സാറേ, താങ്കൾക്ക് എല്ലാം അറിയാമല്ലോ. നോക്കൂ, ഇത് വളരെ എളുപ്പമാണ്. പ്ലാസ്റ്ററിംഗിന്റെ സമയത്ത് ഡോക്ടർ ഫിക്സിറ്റ് LW+ സിമെന്റിന്റെ എല്ലാ ബാഗിലും ചേർക്കുക, അടിത്തറയിലും മേൽക്കൂരയിലും ചേർത്തതുപോലെ തന്നെ. അതിനുശേഷം ചുവർ തയ്യാറായി കഴിഞ്ഞാൽ ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് കൊണ്ട് അത് കവർ ചെയ്യുക. അതുപോലെ പിള്ള സാറേ, മറ്റൊരു കാര്യം ഇതാണ്, ഡോക്ടർ ഫിക്സിറ്റ് റെയിൻകോട്ട് 700-ലധികം കളറിൽ ലഭ്യമാണ്. അപ്പൊ ഇതിനു മേലെ വേറെ പെയിന്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. വരൂ വരൂ. അപ്പൊ പിള്ള സാറേ, ഡോക്ടർ ഫിക്സിറ്റിന്റെ പ്രൊട്ടക്ഷൻ എന്തായാലും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തൊക്കെ മനസ്സിലായി പിള്ള സാറേ? വരൂ. പിള്ള സാറേ, പുതിയ വീടുണ്ടാക്കുമ്പോൾ ഷോർട്ട് കട്ട് എടുക്കരുത്. ഓക്കെ. വീടിന്റെ ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് 4 ഇരട്ടി ചെലവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടിന്റെ ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ 1800-209-5504 കോൾ ചെയ്ത് ഡോക്ടർ ഫിക്സിറ്റ് എഞ്ചിനീയറുടെ സൈറ്റ് വിസിറ്റ് ബുക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഈ നമ്പറിൽ ഞങ്ങളുടെ കോൺട്രാക്ടറുമായി ബന്ധപ്പെടൂ. അല്ലേ പിള്ള സാറേ? അതെ, തീർച്ചയായും. അപ്പോ വിവേകശാലിയാവൂ. വീട് നിർമ്മിക്കുമ്പോൾ ഡോക്ടർ ഫിക്സിറ്റ് കൊണ്ട് വീടിന്റെ ടോട്ടൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യൂ.